നമസ്കാരം. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന ക്വിസ് പ്ലസ് റിയാലിറ്റി ഷോയുടെ സീസൺ 3ലേക്ക് ഏവർക്കും സ്വാഗതം. വിജയിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്ന തോമസ് ആൽവ എഡിസന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ക്വിസ് പ്ലസ് റിയാലിറ്റി ഷോയുടെ ഫിനാലെ എപ്പിസോഡുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നും പങ്കെടുത്ത 50ഓളം കോളേജ് ടീമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗ്രാൻഡ് ഫിനാലെയാണ് ഇവിടെ നടക്കുന്നത്. രാജസ്ഥാനിലെ ഈ പ്രശസ്തമായ കലാരൂപത്തിന്റെ പേരെന്ത്? ഈ നദികളുടെ പേര് പറയാമോ? 5 നദികളുടെ. ഝലം, ചിനാബ്, ബിയാസ്, സത്ലജ്, രവി. ഝലം, ചിനാബ്, ബിയാസ്, സത്ലജ്, രവി 5 നദികളുടെ പഴയ പേരാണ്. The Wonder That Was India. ഈ പുസ്തകം എഴുതിയത് ആരാണ്? എ.എൽ. ബാഷാം. എ.എൽ. ബാഷാമാണ് The Wonder That Was India എഴുതിയത്. സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി. ഈ 2ാം റൗണ്ട് ഇവിടെ പൂർത്തിയാകുന്നു. നമ്മൾ ഈ മത്സരത്തിന്റെ 3ാം റൗണ്ടിലേക്ക് പ്രവേശിക്കും. ഇന്ന് എന്ത് അട്ടിമറിയാണ് മത്സരത്തെ മാറ്റിമറിക്കുക എന്ന് കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയല്ലേ? ഒട്ടും വൈകാതെ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഇത് വളരെ പ്രശസ്തരായ വ്യക്തികളെ കുറിച്ചാണ് സൂചനകൾ. പക്ഷെ അത്ര കണ്ട് സ്ട്രൈറ്റ് ആകണമെന്നില്ല, ക്രിപ്റ്റിക് ആകാം. ബസർ റൗണ്ടാണ്. ബസറിൽ ആദ്യം വിരൽ വരുത്തുന്ന ടീം 1ാമത്തെ സൂചനയിൽ ഉത്തരം കണ്ടെത്തിയാൽ 60 മാർക്കുകൾ ലഭിക്കും. 2ാമത്തെ സൂചനയിൽ ഉത്തരം കണ്ടെത്തിയാൽ 40 മാർക്കുകൾ ലഭിക്കും. 3ാമത്തെ സൂചനയിൽ ഉത്തരം കണ്ടെത്തിയാൽ 30 മാർക്കുകൾ ലഭിക്കും. ക്ലിയർ? ബസർ പ്രസ് ചെയ്യുകയും തെറ്റുത്തരം പറയുകയും ചെയ്താൽ ആ വ്യക്തിയെ കുറിച്ചുള്ള സൂചനകൾക്ക് അവസരമില്ല. അങ്ങനെ 5 വ്യക്തികളെ കുറിച്ചുള്ള സൂചനകളോളം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തുടങ്ങാം. Here comes your first set of clues. 1994 ആരംഭിച്ചത്, ഈ വ്യക്തി ആരംഭിച്ചതിന് ഇന്ത്യ വിഷൻ എന്നാണ് പേര്. എസ് ടീം 4, ടീം ഡി. എം ടി വാസുദേവൻ നായർ. കൈരളി TV ആരംഭിച്ചത് 2000-ലാണ്. അപ്പൊ ഇന്ത്യ വിഷൻ 1994 ഇവരുടെ ഇന്ത്യ വിഷൻ. അപ്പൊ ഇന്ത്യ വിഷൻ കഴിഞ്ഞുള്ള വാക്കുകൂടെ എഴുതണ്ടേ എന്ന് എന്റെ എഡിറ്റർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അവർ ഇന്ത്യ വിഷൻ എന്ന് കാണുമ്പോൾ തന്നെ MK മീർ എന്നൊക്കെ ഉത്തരം പറയുമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആരാ ഉത്തരം പറഞ്ഞത്? ടീം ഡി. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ചുള്ള തുടർ സൂചനകളിൽ അവസരമില്ല. സെക്കൻഡ് ക്ലൂ ആരും പ്രസ് ചെയ്യുന്നില്ല, പച്ച ലൈറ്റ് കാണുന്നില്ല. അതുകൊണ്ട് അടുത്ത സൂചനയിലേക്ക് കടക്കുന്നു. ഇറ്റ്സ് ഓൾവേസ് പോസിബിൾ. 2ാമത്തെ സൂചന. ഇത് ഈ വ്യക്തി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്. ടീം ഇ നിങ്ങൾ പ്രസ് ചെയ്തിട്ടുണ്ട്. ടീം ഇ പറയൂ. അബ്ദുൽ കലാം. അല്ല. 3ാമത്തെ സൂചന ഏറ്റവും എളുപ്പമുള്ള സൂചന. ഇടതുവശത്ത് റോജർ ഫെഡറർ, വലതുവശത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി. അവസാന സൂചനയാണ്. ഇടതുവശത്ത് ടെന്നീസ് ഇതിഹാസമായ റോജർ ഫെഡറർ, വലതുവശത്ത് ഈ വ്യക്തിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് നൽകിയ IIT ഡൽഹി, സോഷ്യൽ സയൻസിന്, സാമൂഹ്യ ശാസ്ത്രത്തിലെ മികവിന് ഡോക്ടറേറ്റ് നൽകിയ IIT ഡൽഹി. വലതുവശത്ത് ഈ വ്യക്തി പണ്ടുകാലങ്ങളിൽ ചാമ്പ്യനായിരുന്ന കളിയുടെ ഉജ്ജ്വല പ്രതീകമായ റോജർ ഫെഡറർ ഇടതുവശത്ത്. അയ്യോ ഇല്ല, നിങ്ങൾക്ക് ഇനി അവസരം. ടീം ബി. കിരൺ ബേദി. 1994 ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഇന്ത്യ വിഷൻ എന്ന സോഷ്യൽ ഓർഗനൈസേഷൻ. ഏഷ്യൻ ലോൺ ടെന്നീസ് ചാമ്പ്യൻ ആയിരുന്നു കിരൺ ബേദി. ഒപ്പം IIT ഡൽഹിയിൽ നിന്നാണ് അവർ ഡോക്ടറേറ്റ് നേടിയത്. 30 points to ടീം ബി. ഈ റൗണ്ടിലെ 2ാമത്തെ വ്യക്തിയെ കുറിച്ചുള്ള സൂചനകളിലേക്ക് കടക്കുന്നു. പെരിങ്കുളം
ബാപ്പുജി സ്മാരക വായനശാല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രാമീണ വായനശാലയ്ക്കുള്ള പുരസ്കാരം നേടിയത് പെരുങ്കുളം ബാപ്പുജി സ്മാരക ഗ്രാമീണ വായനശാലയാണ്. ആദ്യത്തെ സൂചന, നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി ഈ വായനശാലയുടെ രക്ഷാധികാരിയാണ്. ഇല്ല. സെക്കൻഡ് ക്ലൂ, The Train That Had Wings, translated by Donald R. ഒപ്പം ഡേവിസ് ജൂനിയർ. ഇല്ല. മൂന്നാമത്തെ സൂചന ഏറ്റവും ലളിതമായ സൂചനയാണ്. ആയിരത്തി 1942 സെപ്റ്റംബർ 10 ജനിച്ച ഈ മലയാളി കേരളത്തിലല്ല ജനിച്ചത്. യെസ് ടീം സി. എം മുകുന്ദൻ. എം മുകുന്ദൻ. രണ്ടാമത്തെ സൂചന എന്തായിരുന്നു വിഷ്ണു? The Train That Had Wings. Selected short stories of എം മുകുന്ദൻ. എം മുകുന്ദൻ ജനിച്ചത് കേരളത്തിലല്ലല്ലോ, പോണ്ടിച്ചേരിയിലല്ലേ, മറ്റൊരു സംസ്ഥാനം മയ്യഴിയിലല്ലേ ജനിച്ചത്. ശരി ഉത്തരമാണ്. നല്ല ഉത്തരം ടീം സി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ഗ്രന്ഥശാലയായ പെരുങ്കുളം ഗ്രാമീണ ബാപ്പുജി ഗ്രന്ഥശാലയുടെ രക്ഷാധികാരിയാകാൻ മലയാളിക്ക് കണ്ടെത്താവുന്ന ഏറ്റവും മികച്ച പേര് ശ്രീ എം മുകുന്ദന്റെ തന്നെയാണ് എന്നതിൽ നമുക്ക് സന്ദേഹമില്ലല്ലോ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്ലൂസ്. താരതമ്യേന ലളിതമായ സൂചനകളാണ് ഈ വ്യക്തിയെ കണ്ടെത്താൻ. 2016 ഓർഡർ ദ ആർട്ട് ഓഫ് ഡസ് ലെറ്റേഴ്സ്, എനിക്ക് തോന്നുന്നു അതിനെ സ്വാഭാവികമായും ഷെവലിയർ പോലുള്ള വിശേഷണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. പ്രീ ലാംഗ്ലോയ് 2016, 2014 പത്മഭൂഷൺ, 1990 പത്മശ്രീ. എനി ഗസ്? സെക്കൻഡ് സെറ്റ് ഓഫ് ക്ലൂസ് ഫോർ 40 പോയിന്റ്സ്. 1954 നവംബർ 7 ജനനം, 2018 ഫെബ്രുവരി 21 പക്ഷേ മരണമല്ല. 2018 ഫെബ്രുവരി 21 അദ്ദേഹം തന്റെ രാഷ്ട്രീയ കക്ഷി പ്രഖ്യാപിച്ചു. സ്ക്രീൻ G7 G കമലഹാസൻ. കമലഹാസൻ ശരിയായ ഉത്തരമാണ്. കമലഹാസൻ താരതമ്യേന ഏറ്റവും പ്രശസ്തരായ വ്യക്തികളെ കുറിച്ച് തന്നെയാണ് സൂചനകൾ തരുന്നത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്ലൂസ്. വിശേഷണങ്ങളില്ല. ഉത്തർപ്രദേശിലെ ഫൂൽപൂരിലാണ് വിജയാരംഭം നടത്തിയത്. ടീം ഡി. ജവഹർലാൽ നെഹ്റു. അതെന്താ? ഫസ്റ്റ് ഇലക്ഷൻ വിൻ ചെയ്തത് ആണോ? ആയിരിക്കും. ഉറപ്പിച്ചോ? അടുത്ത സൂചന ഞാൻ തരുമായിരുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഇതെന്റെ കുട്ടിക്കാല ചിത്രമാണ് എന്നാണ് ഫൂൽപൂരിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരമാണ്. 60 points to you, team D. Yes, next set of clues. He used to teach people how to make mats and baskets out of rope, sabai grass and tree leaves. Sabai grass എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂക്കാലിപ്പുല്ലെന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണത്. നോട്ട് എക്സാക്ട്ലി യൂക്കാലിപ്റ്റസ്. അദ്ദേഹം കയറുകളും ഇലകളും കൊണ്ട് ആ നാട്ടിലെ ആളുകളെ, ആ ഗ്രാമത്തിലെ ആളുകളെ കുട്ടയും വട്ടിയും പായയും ഒക്കെ നെയ്യാൻ പഠിപ്പിച്ചു. അവർക്ക് ആശ്വാസമായി. സെക്കൻഡ് ക്ലൂ ഫോർ 40 points. 1965 അദ്ദേഹം EMSMന്റെ ഭാഗമായി എത്തിച്ചേർന്നു. കൂടുതൽ ഒരു വാക്കുപോലും എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ഏത് വാക്കും സൂചനയാകും. എഫ് ആണ് ബസർ പ്രസ് ചെയ്ത്. ടീം എഫ്. PS അച്യുതാനന്ദൻ. PS ഇന്ത്യയിൽ വന്നത് 1965. യെസ്, നെക്സ്റ്റ് ലാസ്റ്റ് സെറ്റ് ഓഫ് ക്ലൂസ്. പാം വുഡ്സിൽ ജനിച്ച ആ മനുഷ്യൻ
ക്യോൻചാർ എന്ന ഇടത്ത് 1999 ജനുവരി മാസം 23 തീയതി ഏതു മതങ്ങൾക്കും ഇൻക്ലൂസിവിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെട്ടു പോകുന്ന ജനതയുടെ പേരിൽ ഭരണഘടനയ്ക്ക് ആമുഖം എഴുതപ്പെട്ട നമ്മുടെ രാജ്യത്തിൽ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വേദനാജനകവും അപമാനകരവുമായ ഒരു നിമിഷത്തിൽ 1999 ജനുവരി 23 ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. പാം വുഡ്സിൽ നിന്നുമാണ് അദ്ദേഹം വന്നത്. പാം വുഡ്സ് ഇന്ത്യയിലല്ല, പാം വുഡ്സ് അലൻ ബോർഡർ ടീം 7 ടീം ജി ഗ്രഹാം സ്റ്റീൻസ്. ഗ്രഹാം സ്റ്റെയിൻസ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവിലേറ്റ ഏറ്റവും വലിയ മുറിവ് ഗ്രഹാം സ്റ്റെയിൻസ്. എസ്തറും ഗ്ലാഡിസും ഒക്കെയാണ് ചിത്രത്തിലുള്ളത്. ഗ്രഹാം സ്റ്റെയിൻസ് ആണ്. ഗ്രഹാം സ്റ്റെയിൻസ് ക്രിസ്ത്യൻ മിഷനറീസിന്റെ ഭാഗമായാണ് മയൂർഖണ്ഡ് എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. മയൂർഖണ്ഡിൽ എത്തിച്ചേർന്ന അദ്ദേഹം അവിടുത്തെ കുഷ്ഠരോഗബാധിതരായ മനുഷ്യർക്കും രോഗബാധിതരായ മനുഷ്യർക്കും ഇടയിൽ പ്രവർത്തിച്ചു. ഒപ്പം ആ നാട്ടിലെ മനുഷ്യരെ ഇലകൾ കൊണ്ടും കയർ കൊണ്ടും മാറ്റുകളും കുട്ടകളും ഉണ്ടാക്കാനൊക്കെ പരിശീലിപ്പിച്ചു. ഒടുവിൽ 1999 മതേതര ഭാരതത്തിൽ ഗ്രഹാം സ്റ്റെയിൻസ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഈ റൗണ്ടിലെ 5 കഴിഞ്ഞു. So the third round is finished. 3 റൗണ്ടുകൾ പിന്നിടുന്നു. നമ്മൾ ഈ മത്സരത്തിന്റെ പെനൽറ്റിമേറ്റ് റൗണ്ടിലേക്ക് കടക്കുന്നു. റൗണ്ട് നമ്പർ 4. ടീമേ, ഈ റൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷയത്തെ കുറിച്ചാണ് ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് എന്തും പറയാം, അതൊരു വിഷയമാകണം. വിഷയമാണെന്ന് നമുക്ക് തോന്നണം. സംസ്ഥാന തലത്തിൽ ഒരുപാട് കോളേജുകൾ മത്സരിച്ച് അതിൽ നിന്ന് പ്രിലിമിനറിയും സെമി ഫൈനലും കഴിഞ്ഞ് ഫൈനലിലെത്തിയ ടീമുകളാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും എന്നൊന്നും വിഷയങ്ങൾ പറയാനുള്ള പ്രൈമറി സ്കൂൾ നിലവാരം നിങ്ങൾ കാട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് വിഷയവും പറയാം, പൊതുവായ എന്ത് വിഷയവും. രാഷ്ട്രീയം, സാഹിത്യം, ശാസ്ത്രം, ചരിത്രം, അമ്മ, രക്തം, യുദ്ധം, എന്തും പറയാം. വിഷയമാകണം. ശരി. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആവുകയും ചെയ്യാം, അല്ലേ? ചില കാര്യങ്ങളിൽ ടീമേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം. ഈ റൗണ്ടിന്റെ പ്രത്യേകത സ്കോറിംഗിൽ നിങ്ങൾക്ക് 2 ചോദ്യങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടി വരിക. നിങ്ങളുടെ മുന്നിൽ 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യം 20 മാർക്കിൻ്റെതും മറ്റൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം 30 മാർക്കിൻ്റെതും ആണ്. 20 മാർക്കിന്റെ ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞാലും തെറ്റുത്തരം പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് മുന്നോട്ട് പോകാം. 20-30 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ആണ്. ശരിയുത്തരമാണ് എങ്കിൽ 20 പോയിന്റുകൾ ലഭിക്കും. 20 പോയിന്റുകൾ തെറ്റുത്തരമാണെങ്കിൽ നഷ്ടമാകും. 30 ആണെങ്കിലും ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം. 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം. സ്വരാജ് സേന ആരംഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട ഈ വിപ്ലവകാരിയുടെ പേരാണ്. വിഷ്ണു, ഒരു ചിത്രം തരൂ. അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ക്ലൂ. ആദ്യത്തെ ചോദ്യത്തിന് എല്ലാവർക്കും ഒരു സൂചന കൂടി തരാം. 20 മാർക്കിന്റെ ചോദ്യത്തിനൊരു സൂചന കൂടി തരാം. 1526-നും 1575-നും ഇടയിൽ ഡൽഹിയിൽ ഭരണം കൈയാളിയിരുന്ന ഒരു രാജാവിന്റെ പേര് ഇദ്ദേഹത്തിന്റെ പേരാണ്. പേരിന്റെ ഒരു ആദ്യ ഭാഗം. 5 seconds. 4, 3, വക്കം അബ്ദുൽ ഖാദർ. 2, 1, 0. ആരായിരുന്നു എന്നറിയോ? ഓഡിയൻസ്? യെസ്, ഹെമോ കലാനി. മുന്നോട്ട് വരൂ. മീഡിയ അക്കാദമി ചെയർമാൻ ഓഡിയൻസിന് സമ്മാനം കരുതിയിട്ടുണ്ട് നമ്മൾ. ഇവർ പറയാത്ത പല ഉത്തരങ്ങളും മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് കേട്ടോ. സോ 20 മാർക്കുകൾക്കുള്ള ചോദ്യം അത് നഷ്ടമായി, -20 ആയി. 30 മാർക്കുകൾക്കുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നിങ്ങളോടുള്ള രണ്ടാമത്തെ ചോദ്യം. ക്ലിയർ?
ശരി. ആ ചോദ്യം, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ഈസ് നോട്ട് വെരി ഷോർട്ട്, വെരി സ്മോൾ. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്, അല്ലേ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു മനുഷ്യൻ ദ ലയൺ ഓഫ് ഉയലവാദ എന്നറിയപ്പെട്ടു. ആരാണ് അദ്ദേഹം? ഉയലവീട് നരസിംഹറെഡ്ഡി. ഉയലവാദ നരസിംഹറെഡ്ഡി. ശരിയായ ഉത്തരമാണത്. There is a great answer. ആന്ധ്രാപ്രദേശിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ സ്വയം ധീരമായി പോരാടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ച നരസിംഹറെഡ്ഡിയുടെ ചരിത്രമുണ്ട്. ശരിയായ ഉത്തരമാണ്. യു ഗെറ്റ് 30 points. That means -20 + 30, 10 പോയിന്റുകൾ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ബാക്കിയാകുന്നു. ടീം ബി. യെസ്, പറയൂ. ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി. മലയാള സിനിമ. മലയാള സിനിമ. 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം. ആകാശത്തിന്റെയും ഞാൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ആണല്ലോ. ഇനി ആരോട് ചോദിച്ചാലാ 300 റിയാല് കിട്ടുക? ശ്രീ ജോൺ ബ്രിട്ടാസ് MP കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയാണിത്. എന്താണ് ഈ സിനിമയുടെ പേര്? വെള്ളി വെളിച്ചത്തിൽ. വെള്ളി വെളിച്ചത്തിൽ. ശരിയായ ഉത്തരമാണ്. 20 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് +20 കിട്ടി. -30 ആയില്ല എങ്കിൽ 50 പോയിന്റുകളുടെ മികവ് നേട്ടമുണ്ടാകും നിങ്ങൾക്ക്. റെഡി? 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ള മലയാള സിനിമയുമായി ബന്ധപ്പെട്ട നിങ്ങളോടുള്ള ചോദ്യം. കഴകം. മലയാള സിനിമയിൽ വ്യത്യസ്തമായ സഞ്ചാര രീതികൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട പുരസ്കൃതമായ സിനിമയാണ് കഴകം. ആരാണ് കഴകം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്? സരസനായ എഴുത്തുകാരനും പത്രാധിപരുമായിരുന്ന ബോംബെയിൽ ജീവിച്ച ഒരു മലയാളിയുടെ ഇനിഷ്യലുകളും ഈ സംവിധായകന്റെ ഇനിഷ്യലുകളും ഒന്നു തന്നെ. M. മോഹനൻ. ഓഡിയൻസ് പറഞ്ഞോളൂ, പറഞ്ഞോ. സ്മിത 24-ന്റെ ഇപ്പോഴത്തെ മിടിപ്പാണ് സ്മിത. സ്മിത ഒരു സമ്മാനം കൊടുക്കും. ശ്രീ MP സുകുമാരനാണ്. MP സുകുമാരൻ നായരാണ് സംവിധാനം ചെയ്തത്. -10. ടീം സി. മീഡിയ അക്കാദമിയിലെ പിള്ളേർ എല്ലാ ഉത്തരവും പറയുകയാണ് ഇന്നലെ മുതൽ. പറയൂ, എന്താണ് വിഷയം? പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ രസതന്ത്രം ഒരു സബ്ജക്റ്റാണ്. പീരിയോഡിക് ടേബിൾ എന്നൊരു വിഷയമല്ലല്ലോ. അത് ഈ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും എന്നൊക്കെ കുട്ടികൾ പറയുന്നത് പോലെ ആയി പോകും. കെമിസ്ട്രി അത്രയ്ക്ക് ഇഷ്ടമാണോ? വേണ്ട. ഗാന്ധിജി. ഗാന്ധിജി ആയിക്കോട്ടെ. 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം. പല പുസ്തകങ്ങളിലും ഗാന്ധിജി രാമരാജ്യം എന്ന സിനിമ കണ്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധിജി 2 സിനിമ കണ്ടു. ഒരു സിനിമ പകുതിയായപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ആ സിനിമയുടെ പേരെന്താണെന്നറിയും? മിഷൻ ടു മോസ്കോ. മിഷൻ ടു മോസ്കോ. ശരിയായ ഉത്തരമാണ്. 20 പോയിന്റുകൾ. 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട കൃതികൾ, ചർച്ച ചെയ്യപ്പെട്ട വാർത്തകൾ, വിവിധങ്ങളായ പുസ്തകങ്ങൾ, അല്ലേ? ലൂയി ഫിഷറുടേത് മുതൽ ഒരുപാട് പുസ്തകങ്ങൾ. ഇതാ ഈ പുസ്തകത്തിന്റെ കവർ പേജ് കാണും. ഗാന്ധി എ ലൈഫ് ഇൻ 3 campaigns. ഈ പുസ്തകം എഴുതിയ വ്യക്തി പ്രഭാഷകൻ, പത്രപ്രവർത്തകൻ, സർവോപരി ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന സാന്നിധ്യവും. ക്ലൂ. ഈ ഒരു ടീമിന് കൊടുത്ത, ഒരു ചോദ്യത്തിന് കൊടുത്ത അതേ ക്ലൂ തന്നെ മറ്റൊരു ടീമിന് അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചോദ്യത്തിന് ആവർത്തിക്കേണ്ടി വരുന്ന ഗതികേടാണ്. ആവർത്തിക്കേണ്ടി വരുന്നത് ഇത് തന്നെ. 1526 മുതൽ 1575 വരെ ഡൽഹി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ പേരാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഉള്ള കാലത്തിൽ ഒരുപാട് പേർ ഭരിച്ചു, അതിലൊരു ഭരണാധികാരി. ഇനി എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ക്ലൂ, ആ മാസ്ക് അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ പുള്ളിയുടെ പേരാവും. അതാണ്. 5, 4, 3. ജഹാംഗീർ. ജഹാംഗീർ. ഏത് ജഹാംഗീർ? ഓഡിയൻസ് പറഞ്ഞോ. MJ അക്ബർ. അയ്യോ, MJ അക്ബർ ആണോ ഇത് എഴുതിയത്? ഈ പുസ്തകത്തിലെ മാസ്ക് മായ്ക്കൂ. MJ അക്ബർ എഴുതിയ പുസ്തകമാണത്. ശരിയായ ഉത്തരമാണ്.
ഗോചര പ്ലീസ്. -10. ടീം ഡി, എന്താണ് വിഷയം? മലയാള സിനിമ. വേണമെങ്കിൽ തരാം. വേണം, ശരി. ഇതാ നിങ്ങളിപ്പോ കാണുന്ന ചിത്രം, ചോദ്യം പിന്നീട് പറയാം. വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണത്, നോ മോട്ടീവ്. അതിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഗംഭീരമായൊരു സിനിമയാണ്. ഈ സിനിമയുടെ പേരെന്താണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എന്ന് തന്നെ പറയും എന്ന് എനിക്കും അറിയാമല്ലോ. ഉത്തരമാണ് ഈ സിനിമ. ചോദ്യം, ഇത് സംവിധാനം ചെയ്തത് ആരാണ്? പവിത്രൻ. ശരിയായ ഉത്തരമാണ്. 20 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ള അടുത്ത മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോകുന്നു. റെഡി? ഗൂഗിളിന്റെ ഡൂഡിൽ ഇടം പിടിച്ച തിരുവനന്തപുരം ജില്ലയിൽ നന്ദൻകോട് എന്ന സ്ഥലത്ത് ജനിച്ച മലയാള നടിയുടെ പേരെന്ത്? പി കെ റോസി. ശരിയായ ഉത്തരമാണ്. 50 പോയിന്റ്സ് ടു സ്റ്റേ ബാക്ക് ആൻഡ് ടീം ഇ. പറയൂ. ആയിക്കോട്ടെ, വേണമെങ്കിൽ ചെയ്യാം. ഓൾ ഇന്ത്യ റേഡിയോയുടെ ചരിത്രം അതൊരു വിഷയമാണോ? ഓൾ ഇന്ത്യ റേഡിയോയുടെ മാത്രം ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയമാണോ? വേണമെങ്കിൽ ആവാം, അല്ലേ? ശരി. എന്നാൽ ആദ്യത്തെ 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ചോദ്യം, എനിക്ക് ഒരു ചെക്കോസ്ലോവാക്യക്കാരന്റെ ചിത്രം തരൂ. അറിയോ ഇദ്ദേഹത്തെ? അറിയാം. അപ്പോൾ എളുപ്പമാണ് ചോദ്യം. ഇദ്ദേഹം ഒരു ചെക്കോസ്ലോവാക്യക്കാരനാണ്. ഹിറ്റ്ലറിന്റെ ജൂതവേട്ടയിൽ ഭയന്ന് ഇന്ത്യയിലേക്ക് വന്ന ഈ മനുഷ്യനാണ് ഇന്ത്യയിലെ താമസത്തിനിടയിൽ ശിവരഞ്ജിനി രാഗത്തിൽ ആകാശവാണിയുടെ വിഖ്യാതമായ തീം മ്യൂസിക് ചിട്ടപ്പെടുത്തിയത്. പേരെന്താണ്? വാൾട്ടർ കോഫ്മാൻ. വാൾട്ടർ കോഫ്മാൻ. അത് ശരി ഉത്തരമാണ്. 20 പോയിന്റുകൾ കിട്ടുന്നു. 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം, ലില്ലിത് ഗോ ഓൾ ഇന്ത്യ റേഡിയോ ആരംഭിച്ചു കഴിഞ്ഞപ്പോ അതിനൊരു ഭാരതീയ നാമം വേണം. അങ്ങനെ രവീന്ദ്രനാഥ് ടാഗോർ സെലസ്റ്റിയൽ വോയിസ് എന്ന അർത്ഥം വരുന്ന ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചു എന്ന് രേഖകൾ. വളരെ ശക്തമായ ഒരു നിയമവിവാദം തുടർന്നുണ്ടായത് ദക്ഷിണേന്ത്യക്കാരനായ ഒരു അധ്യാപകനാണ് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചത് എന്നാണ്. ആ അധ്യാപകന്റെ പേരെന്താണ്? നരേന്ദ്ര ഷാ. ഗോപകുമാർ. ഗോപകുമാറല്ല. ആകാശവാണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമയുദ്ധമാണ് അത് പ്രൊഫസർ ഗോപാലസ്വാമി എന്ന അധ്യാപകനാണ്. പ്രൊഫസർ ഗോപാലസ്വാമിയാണ് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചത് എന്ന് കരുതപ്പെടുന്നു. -10 ആൻഡ് ടീം എഫ്. പറഞ്ഞാൽ മതി പെട്ടെന്ന്. മലയാള സിനിമ. മലയാള സിനിമ രണ്ടുപേരെ. എല്ലാവർക്കും സിനിമയാണ് ആവശ്യം. ആയിക്കോട്ടെ. എനിക് ബ്ലിറ്റന്റെ വിഖ്യാതമായ കൃതി ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ദേശീയ പുരസ്കാരം ഒരു പ്രത്യേക വിഭാഗത്തിൽ കരസ്ഥമാക്കിയ മലയാള സിനിമ ഏതാണ്? ക്ലൂ. മലയാള സിനിമയിലെ വർത്തമാനകാലത്തിൽ ദശകങ്ങളായി മലയാള സിനിമ അടക്കി ഭരിക്കുന്ന താരരാജാക്കന്മാർ രണ്ടുപേരും ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു. മനുവങ്കിൾ. ശരിയായ ഉത്തരമാണ്. അത് ബ്ലിറ്റന്റെ ഒരു കൃതിയാണ് മനുവങ്കിളിന്റെ പശ്ചാത്തലം. 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ള മലയാള സിനിമയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, മറവിയിലേക്ക് മറഞ്ഞുപോയ ഒരുപാട് പ്രതിഭാശാലികൾ, ആ പ്രതിഭാശാലികളുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലും മലയാള സിനിമയുടെ വളർച്ചയിലും. ദേവീ ക്ഷേത്ര നടയിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ആ ഗാനം ഒന്ന് കാണിച്ചു കൊടുക്കാനും നന്നായി. ഇനി ആ ഗാനം ഇല്ല, വേണ്ട, ആ ഗാനം ഇല്ല എങ്കിൽ എനിക്ക് കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനം ഒന്ന് കേൾപ്പിച്ചു തന്നാലും മതി. ഈ ചലച്ചിത്ര ഗാനം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു മലയാള ചലച്ചിത്രത്തിനു വേണ്ടി വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് എഴുതിയത്. ഈ പ്രശസ്ത ഗാനം എഴുതിയത് ആരാണ്? തിരുനെല്ലൂർ കരുണാകരൻ. ശരിയായ ഉത്തരമാണ്. തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ ഗാനമാണത്. 50 പോയിന്റുകൾ.
നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം ടീം ജി നിങ്ങൾക്കുള്ള അവസരം. ലോക സാഹിത്യം. വിശ്വസാഹിത്യം. വിശ്വസാഹിത്യത്തിൽ 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ +/- 20 ആദ്യത്തെ ചോദ്യം അത്ര കണ്ട് പ്രയാസമുള്ള ഒരു ചോദ്യം അല്ല. ജെയിൻ ഐർ സൃഷ്ടിച്ച വ്യക്തിയുടെ സഹോദരിയുടെ ഏറ്റവും വിഖ്യാതമായ കൃതി പറയാം. ഉദറിംഗ് ഹൈറ്റ്സ്. ഉദറിംഗ് ഹൈറ്റ്സ് ശരിയാണ്. ആരാണ് ജെയിൻ ഐർ സൃഷ്ടിച്ചത്? ഷാർലറ്റ് ബ്രോണ്ടെ ആണ് ജെയിൻ ഐർ എഴുതിയത്. എമിലി ബ്രോണ്ടയുടെ ഏറ്റവും വിഖ്യാതമായ കൃതിയായിരുന്നു ചോദ്യം ഉദറിംഗ് ഹൈറ്റ്സ്. അടുത്ത ചോദ്യം 30 മാർക്കുകൾക്ക് വേണ്ടിയാണ്. ചോദിക്കുന്നു. വിശ്വസാഹിത്യമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം. പോയംസ്, മിനി പോയംസ്, മിറർ എന്നിവ വർത്തമാനകാലത്തിൽ വിശ്വകവിതയിലുള്ള ചെറു കവിതകളുടെ സംഗ്രഹങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉറുഗ്വൻ കവിയുടെ കൃതികളാണ്. അതിലേറ്റവും ശ്രദ്ധേയം മിറർ എന്ന ലോകമാസകലമുള്ള വായനക്കാർ വായിക്കുന്ന പുസ്തകമാണ്. ആരാണത് എഴുതിയത്? എഡ്വേർഡോ ഗലിയാനോ. എഡ്വേർഡോ ഗലിയാനോ. ദാറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. ശരിയായ ഉത്തരമാണ്. 20+30 50 പോയിന്റ്സ് ടു യു ടീം ജി. നമ്മൾ ഈ മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക്, ദ വെരി ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ കൈകൾ മുഴക്കുന്ന സംഗീതം അവസാന റൗണ്ടിനുണ്ടാകട്ടെ. ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വിജയത്തിലേക്ക് ഒരു കടമ്പ കൂടി മത്സരാർത്ഥികൾക്ക് കടക്കാനുണ്ട്. കാത്തിരിക്കാം ക്വിസ് പ്ലസ് റിയാലിറ്റി ഷോയുടെ അടുത്ത എപ്പിസോഡിനായി. അതുവരെ നന്ദി, നമസ്കാരം.